നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഗിറ്റാറിന്റെ ഫസ്റ്റിലത്തെ 3 സ്ട്രിങ് ഉപയോഗിച്ച് തുജെ ദേക്കാ തുയേ ജാനാസനം എന്ന പോപ്പുലർ ആയിട്ടുള്ള ഹിന്ദി സോങ് ഗിറ്റാറിൽ എങ്ങനെയാണ് വായിക്കാന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതിന് ആദ്യം വേണ്ടത് നമ്മൾ ഗിറ്റാറിന്റെ 3 സ്ട്രിങ്ങിലെ നോട്ട്സ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കണം. അതിന് നമുക്കറിയാം, ഫസ്റ്റിലത്തെ സ്ട്രിങ്ങിന്റെ നോട്ട്സ് ഇ എഫ് ജി, സെക്കൻഡ് സ്ട്രിങ്ങിന്റെ 3 നോട്ട്സ് ബി സി ഡി, അതുപോലെ തേർഡ് സ്ട്രിങ്ങിന്റെ നോട്ട്സ് ജി എ, ജിയും എയും. അപ്പൊ ജിയും എയും കുറെ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഈ ഗിറ്റാറിലെ ഈ പാട്ട് വായിക്കാൻ ശ്രമിച്ചു നോക്കുക. എ എന്ന് പറഞ്ഞാൽ ഇതാ ഈ രണ്ടാമത്തെ കള്ളിയില് രണ്ടാമത്തെ ഫ്രെട്ടില് രണ്ടാമത്തെ വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ അമർത്തിയാൽ അത് എ എന്നുള്ള നോട്ട്സ് ആണ് നമുക്ക് കിട്ടുക. എ. ജി എന്ന് പറഞ്ഞാൽ വിരൽ വയ്ക്കാതെ തേർഡ് സ്ട്രിങ്. താഴേന്ന് 3ാമത്തെ സ്ട്രിങ് ആണ് തേർഡ് സ്ട്രിങ്. അതിൽ വെറുതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ച ജി, വിരൽ ഇവിടെ വെച്ച എ. അപ്പൊ നമുക്ക് ആ പാട്ടിന്റെ ഫസ്റ്റ് വരി ഒന്ന് നോക്കാം. തുജെ ദേക്കാ തുയേ ജാനാസനം എന്നാണ് ഫസ്റ്റ് വരി. അപ്പൊ തുജെ എന്നുള്ളത് എ എ എ ഇ ഡി ഡി ഇ സി ഡി എഫ് ഇ. ഞാനത് സ്ട്രൈക്കർ ഇവിടെ വായിക്കാം, അപ്പൊ നിങ്ങൾക്കത് പെട്ട് മനസ്സിലാക്കാം. പ്യാര് ഹോത്താ ഹേ ദിവാനാസനം, ആ വരി എടുക്കുകയാണെങ്കിൽ പ്യാര് പ്യാര് ഹോത്താ ഹേ ദിവാനാസനം. നമ്മള് നോട്ട്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ഈ വരികളുടെ എല്ലാം നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും ഈ വീഡിയോയിൽ വെച്ച് നിങ്ങൾ സ്ലോ ആയിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വായിക്കാം. ഇതൊരു ബിഗിനേഴ്സിനുള്ള ഒരു നോട്ട്സ് ആണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഈ പൊസിഷനിൽ എഴുതിയത്. പൊസിഷൻ മാറുമ്പോൾ, അതായത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ വെള്ളം ഇങ്ങോട്ട് ഈ ഫ്രിട്ടൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് അതേ സോങ്ങിനെ നമുക്ക് ഇവിടെയും വേറെ രീതിയിലും വായിക്കാം. അപ്പോൾ ഇവിടെയും വായിക്കാം നമുക്ക്, അതുപോലെ തന്നെ ഏത് പൊസിഷനും വായിക്കാം. അപ്പൊ ഏത് പൊസിഷനിലും നമുക്ക് ഗിറ്റാറിൽ വായിക്കാവുന്നതാണ്. ഇതേ സോങ് തന്നെ ഈ ഗാനം ഇലക്ട്രിക് ഗിറ്റാറിൽ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്കിത് നോക്കാം.
ഇതേ സോങ് നമുക്ക് ഒരു മാൻഡലിൻ സ്റ്റൈലിൽ ഗിറ്റാറിൽ ഇലക്ട്രിക് ഗിറ്റാറിൽ വായിച്ചാൽ എങ്ങനെയുണ്ട് നോക്കാം. കാലം എത്ര കഴിഞ്ഞാലും മറക്കാൻ പറ്റാത്ത ചില ഗാനങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണ് മലർക്കൊടി പോലെ എന്നുള്ള ഗാനം. ശ്രീമതി എസ് ജാനകി വളരെ മനോഹരമായിട്ട് പാടിയ ഗാനം നമുക്ക് ഇലക്ട്രിക് ഗിറ്റാറിൽ കേട്ട് നോക്കാം.